ഹലോ നമസ്കാരം. ഒരു പിസ്സ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡിലാണ് സാധാരണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ്. കുറേ ദിവസങ്ങളായിട്ടൊന്നും നടക്കുന്നില്ല. എനിക്ക് വർക്ക് ലോഡായതുകൊണ്ട് രാത്രിയും പകലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും നടന്നില്ല. അപ്പോൾ മോൻ എപ്പോഴും പറയുമായിരുന്നു, കുറേ നാളായി അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തന്നിട്ടെന്ന്. അപ്പോൾ വിചാരിച്ചു കുറച്ച് ചപ്പാത്തിയുടെ മാവ് കുഴച്ചത് ബാക്കിയിരുന്നായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് ഈസ്റ്റും ഇട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് രാവിലെ തന്നെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുളിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മാവ് പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് വൈറ്റ് സോസ് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ഒനിയനും എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാനുള്ള ബേക്കിംഗ് ട്രേയിൽ നന്നായിട്ട് ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കിയ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയത് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ചേർക്കൂട്ടോ. അപ്പോൾ തക്കാളി ചട്നി ചേർത്ത് അതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടു. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. മസാലപ്പൊടി ഇട്ട് വെജിറ്റബിൾ മസാലയോ ചിക്കൻ മസാലപ്പൊടി ഏതെങ്കിലും ഇട്ട് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് പനീർ കഷ്ണം ഇട്ട് അതിലൊന്ന് സോട്ട് ചെയ്തെടുത്തു. ശരിക്കും ഒരു നമ്മുടെ സോസിൻ്റെ ആ ഒരു ടെക്സ്ചറിലായപ്പം അത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതെല്ലാം ഗാർണിഷിംഗ് ആണ് മെയിൻ പരിപാടി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ. ഈ പനീർ മിക്സ് ആയിരുന്നുകൊണ്ടേ ഇതിലെല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പനീർ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയിട്ടാണ് സോസ് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ പനീരിട്ടു. അതിന് മുകളിൽ വൈറ്റ് സോസ് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വൈറ്റ് സോസും ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതും ഇട്ടു. അതിന് മുകളിൽ ഡെക്കറേഷനായിട്ട് നമ്മുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സും പാസ്ത മിക്സ് അല്ലെങ്കിൽ പിസ്സ മിക്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഗാർണിഷൊക്കെ ചെയ്തതിന് ശേഷം ഒനിയനും ഒക്കെ ഇട്ടു കേട്ടോ. അതിനിടയ്ക്ക് ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനിൽ വെച്ചു. എൻ്റെ അവനുണ്ടല്ലോ ഒന്ന് വോൾട്ടേജ് വേരിയേഷൻ വന്നപ്പോൾ കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ ബൾബ് അടിച്ചു പോയി. അപ്പോൾ ലൈറ്റ് കത്തത്തില്ല. പക്ഷേ വർക്കിംഗ് ആണ്, ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ അവനിൽ വെച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ബോക്സ് സ്ട്രോബെറി ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഫ്രൂട്ടായിരുന്നു. നല്ല ഫ്രൂട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതിരിപ്പുണ്ടായിരുന്നു. അത് ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പിള്ളേർക്ക് അറിയാമല്ലോ. അപ്പോൾ ന്യൂട്ടല്ല അല്ലെങ്കിൽ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഇത്തിരി ന്യൂട്ടല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു വെച്ചു. ഇത് കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തു വെച്ചു. അപ്പോൾ ഡിന്നർ അടിപൊളിയായിരുന്നു. കറക്റ്റ് ടൈമിൽ നമ്മളൊരു 25 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ. ഒരു 180 ഡിഗ്രിക്ക് ഇടയ്ക്ക് അവനിൽ അങ്ങനെ വെച്ചിരുന്നത് പെർഫെക്റ്റായിട്ട് കിട്ടി കേട്ടോ. പിന്നെ എൻ്റെ മക്കളുണ്ടല്ലോ, ഞാൻ എന്ത് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവർ അടിപൊളിയ കടയിലേക്കാൾ സൂപ്പറാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു.